ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതംമാറ്റമെന്ന ആരോപണം ഉന്നയിക്കുന്ന സംഘപരിവാറും ക്രിസ്ത്യാനികളുടെ രക്ഷകരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കോതമംഗലത്ത് ലവ് ജിഹാദിന് ഇരയായി 23-കാരി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? ഇക്കൂട്ടർക്ക് നാവിറങ്ങിപ്പോയോ? കേരളത്തിൽ ഏറെ നാളായി വ്യാപകമായി നടക്കുന്നുവെന്ന് പരാതി ഉയർന്ന ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദുകൾ സർക്കാർ എന്തുകൊണ്ടാണ് മറച്ചുവെക്കുന്നത്? പ്രലോഭിപ്പിച്ചോ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ മതം മാറ്റാൻ ശ്രമിക്കുന്നതാണ് നിർബന്ധിത മതപരിവർത്തനം. പ്രണയത്തെ വഞ്ചനയുടെ ആയുധമാക്കുന്ന മതതീവ്രവാദികളെ ഇനിയും പെൺകുട്ടികൾ തിരിച്ചറിയാതെ പോകുന്നത് കെണിയുടെ സങ്കീർണത ചൂണ്ടിക്കാട്ടുന്നതാണ്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ലഭിക്കുമെന്ന പതിവ് പല്ലവിയല്ല ഇതിന് വേണ്ടത്. ഇത്തരക്കാരുടെ കുടിലത തിരിച്ചറിഞ്ഞ് അത് തടയാനുള്ള സംഘടിതമായ ശ്രമം ഉണ്ടായേ തീരൂ. അല്ലെങ്കിൽ നിയമം ചില സംഘടിത ശക്തികളുടെ വഴിയെ പോകുന്നതായിരിക്കും നാം കാണാനിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി കാമുകന്റെയും അവരുടെ കുടുംബത്തിൽ നിന്നും ഉയർന്ന ഭീഷണിയും അക്രമവുമാണ് കോതമംഗലം മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI വിദ്യാർത്ഥിനി 23-കാരി സോനയുടെ ആത്മഹത്യയ്ക്ക് ഇടയാക്കിയതെന്ന് ജീവൻ വെടിയും മുൻപ് യുവതി എഴുതിയ കുറിപ്പിൽ പറയുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് സോന കുറിപ്പ് എഴുതിവച്ച ശേഷം ആത്മഹത്യ ചെയ്തത്. പറവൂർ സ്വദേശി റമീസും വീട്ടുകാരും ആസൂത്രിതമായി ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചത് മരിച്ച പെൺകുട്ടിയുടെ കുടുംബവും ചൂണ്ടിക്കാട്ടുന്നു. സോനയുടെ ആത്മഹത്യാ കുറിപ്പ് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിനെ പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ച് കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം അവർ നടത്താമെന്ന് പറയിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പന്റെ മരണം തിളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാണ് സോന ഹൃദയവ്യഥയോടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞത്. ഇതിന്റെ പേരിൽ നടന്ന അക്രമവും ചതിയും പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും വ്യക്തമായി സൂചിപ്പിക്കുന്നു. റമീസിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ വേദനയോടെ പറയുന്നു. കോളേജ് കാലത്തെ അടുപ്പമാണ് സോനയും റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത്. ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചതും. നീ മരിക്കെന്ന് റമീസ് അവളോട് പറഞ്ഞു. മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതിവെച്ചാണ് അവൾ ജീവനൊടുക്കിയത്, സോനയുടെ സഹോദരൻ പറഞ്ഞു. സോനയുടെ ആത്മഹത്യാക്കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുമോ? റമീസ് മുൻപ് ലഹരി കേസിലും ഇമ്മോറൽ ട്രാഫിക്കിങ്ങിലും പ്രതിയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തി മതം മാറ്റാൻ നടക്കുന്ന കുടിലതന്ത്രങ്ങൾ സാക്ഷര കേരളം ഇനി തിരിച്ചറിയാതെ പോകരുത്. മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണം.